ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മുടെ VBSകളുടെ ഒക്കെ തീമിൽ പ്രോമിസസ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോമിസസ്, അങ്ങനെയെങ്കിൽ ഗോഡ്സ് പ്രോമിസസ് അത് കീപ്പ് ചെയ്യപ്പെടാനുള്ളതാണ്. പക്ഷെ വേറൊരു സംഗതിയുണ്ട്, ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ വഞ്ചന എന്നാണ്. വഞ്ചന നടത്തുന്നത് പാപത്തിൻ്റെ സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ സാത്താൻ്റെ അനുഭവമാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. പ്രോമിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് അംഗീകരിക്കണം. എന്നാൽ ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വശംബദ്ധരായി മാറാൻ പാടില്ല, വഞ്ചനയ്ക്ക് പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഗെയിമിൽ കൂടി, ആക്ടിവിറ്റിയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ ഗെയിം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിക്കോ, ഒന്ന് കണ്ടോ. സോ രണ്ടുപേര് ഫേസ് ടു ഫേസ് നിൽക്കണം. എന്നിട്ട് അവരുടെ ഹാൻഡ് പൊസിഷൻ, ഒരാളുടെ കൈ ഇങ്ങനെ ആണെങ്കിൽ ഇടത്തെ കൈ ഇങ്ങനെ ആണെങ്കിൽ വലത്തെ കൈ ഇങ്ങനെ ആയിരിക്കണം. സോ രണ്ടുപേര് ഫേസ് ടു ഫേസ് നിൽക്കുന്നു. എങ്ങനെയായി കൂട്ടുകാർ ചെയ്യുന്നത്? ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. രണ്ടുപേര് ഒരാളുടെ കൈ അടിക്കാനും ആ ആളുടെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് അടി വാങ്ങിക്കാനും. ഓക്കെ, സോ ഇങ്ങനെയാണ് രണ്ടുപേരും നിൽക്കേണ്ടത്. പ്രോമിസ് എന്ന് പറയുമ്പം അത് അംഗീകരിക്കണം. അത് ചെയ്യേണ്ടത് കൈ തമ്മിൽ ക്ലാപ്പ് ചെയ്യണം. പ്രോമിസ് 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 പ്രോമിസ്. ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്. വഞ്ചനയ്ക്ക് വശംബദ്ധരാകരുത് നമ്മൾ. അതിന് കൈ ക്ലാപ്പ് ചെയ്യാൻ പാടില്ല. അടി വാങ്ങിക്കുകയാണെങ്കിൽ ആള് -1 പോയിന്റ് കിട്ടും. പ്രോമിസ് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പോയിന്റ് ആഡ് ചെയ്യാം. സോ നിങ്ങളുടെ പോയിന്റ് നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്യാം. പ്രോമിസ് ഡിസീറ്റ്, അടി വാങ്ങിക്കരുത്. ഡിസീറ്റ് ഒരടി കിട്ടി. ഒരടി കിട്ടിയപ്പോൾ ഒരാൾ വഞ്ചിക്കപ്പെട്ടു. ആരാണ് വഞ്ചിക്കപ്പെട്ടത്? ഹെലീനയാണ് വഞ്ചിക്കപ്പെട്ടത്. അതുകൊണ്ട് ഹെലീനയ്ക്ക് -1 കിട്ടിയിരിക്കുന്നു. 3 പോയിന്റിൽ നിന്ന് 1 പോയി. ആ ദുഃഖം നോക്കിക്കേ, വഞ്ചിക്കപ്പെട്ട മുഖം നോക്കിക്കേ. ഓക്കെ, പ്രോമിസ് ഡിസീറ്റ്. രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടു. അതുകൊണ്ട് രണ്ടുപേർക്കും -1 പോയി. സോ കിട്ടിയ പോയിന്റിൽ നിന്ന് 1 കുറച്ചോ. ഓർമ്മയുണ്ടല്ലോ എത്ര പോയിന്റ്? ഓക്കെ, പ്രോമിസ് ഡിസീറ്റ് പ്രോമിസ് ഡിസീറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഗെയിം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവം എല്ലായ്പ്പോഴും നമ്മളെ വഞ്ചിക്കുന്ന ആളല്ല, സാത്താനാണ് നമ്മളെ വഞ്ചിക്കുന്ന ആള്. ദൈവത്തിന് പ്രോമിസസ് അത് ബ്രേക്കബിൾ അല്ല, അത് തീർച്ചയായിട്ടും കീപ്പ് ചെയ്യപ്പെടാനുള്ളതാണ്. കീപ്പ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസസ് അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഗോഡ്സ് പ്രോമിസസ് നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ഗെയിം ചെയ്യാൻ പറ്റുമോ? അത് കണ്ടോ, കൊച്ചു കൂട്ടുകാർ. ഡിസീറ്റ് പ്രോമിസ് ഡിസീറ്റ്. കൈമാരിക്കേ. പ്രോമിസ് ഡിസീറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ഒക്കെ തീർച്ചയായിട്ടും അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഏറ്റവും മനോഹരമായ ഒരു സെഷൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.